ഹായ് ഹലോ വെൽക്കം ടു അനദർ വീഡിയോ. സോ ഇങ്ങനൊരു ലാൻഡ്സ്കേപ്പിൽ ചെയ്യുന്നതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാളായി ഞാൻ കുറച്ച് ദിവസമായിട്ട് ഒരു ബ്രേക്കിലായിരുന്നു. കുറച്ച് ഫാമിലി പ്രശ്നവും ഇഷ്യൂവും അതൊക്കെ ഉള്ളതുകൊണ്ടായിരുന്നു ഞാൻ വീഡിയോ ഇടാൻ പറ്റാത്തത്. സോ സോറി ഫോർ മൈ ഫോളോവേഴ്സ്. ഈ പറയുമ്പോൾ നിങ്ങൾ ആയിരിക്കും ഒരുപാടുണ്ട്, ഇല്ല എന്നാലും കുറച്ച് പേരുണ്ട്. എന്നാലും അവരെൻ്റെ വീഡിയോ കാണുന്നവരായിരിക്കും. നിങ്ങൾ ഇപ്പോൾ കാണുന്നവർ കണ്ടുകൊണ്ടിരിക്കുന്നവരായിരിക്കും. സോ അതിൻ്റെ റിയലി ഐ ആം വെരി സോറി. എൻ്റെ ഒരു പേഴ്സണൽ ഇഷ്യൂ കൊണ്ട് മാത്രമാണ് ഞാൻ വീഡിയോ ഇടാൻ പറ്റാത്തത്. പിന്നെ മൂവീസ് ഞാൻ കുറേ എണ്ണം കണ്ടു. ഓണത്തിൻ്റെ ഹൂ ഈസ് ദ വിന്നർ അത് ഇടണം, അത് വീഡിയോ ചെയ്യണം. ഞാൻ അതിൻ്റെ ഒരു ഇതിലാണ് നിൽക്കുന്നത്. അത് ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത് ഇപ്പോൾ പുതിയ മൂവീസായിട്ട് തമിഴിൽ ഇറങ്ങിയിട്ടുണ്ട്, മലയാളത്തിലും പല മൂവീസ് ഇറങ്ങിയിട്ടുണ്ട്. കഥ ഇന്ന് വരെ, പിന്നെ അല്ലാതെ വേറെ നമ്മുടെ പെരുമാൾ അത് പോസ്റ്റർ ഇട്ടിരിക്കുക ആ മൂവിയൊക്കെ ഉണ്ട്. പക്ഷെ കാണാൻ പറ്റിയിട്ടില്ല. ഞാൻ മോസ്റ്റ്ലി പ്രിഫർ ചെയ്തത് തമിഴ് മൂവിക്കായിരുന്നു. സോ വെള്ളിയാഴ്ച കാണാൻ പറ്റാത്തതുകൊണ്ട് ശനി ഞായർ കണ്ടില്ല, തിങ്കൾ ഇങ്ങനെ 3 പടം ഞാൻ കണ്ടു തീർത്തിരുന്നു. സോ ഫസ്റ്റ് മൂവി എനിക്ക് ഫസ്റ്റും ആൻഡ് മോസ്റ്റ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങൾ നന്ദ പോയി കാണണം. അത് നന്ദ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇറ്റ്സ് മോസ്റ്റ് റെക്കമെൻഡഡ് മൂവിയാണ്. നിങ്ങൾ എന്തായാലും പോയി കാണണം. കാരണം അതിൻ്റെ പ്ലോട്ട് ഞാൻ ഹാറ്റ്സ് ഓഫ് ചെയ്തിരിക്കുകയാണ്. നമ്മളുടെ ശശികുമാർ സാർ തിരിച്ചു വന്നിരിക്കുകയാണ്. അത് ഞാൻ പറയും. കാരണം ഇത്രയും വലിയ കണ്ടൻറ്റ് ഞാൻ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പടത്തിൻ്റെ പ്ലോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ തീരും. പല നാട്ടിലും നടക്കുന്നുണ്ട്. നിങ്ങൾ എത്ര പേര് കണ്ടു എന്ന് പറയണം. കണ്ടവർ എന്തായാലും കാണാത്തവരെ കൂടി മൗത്ത് പബ്ലിസിറ്റി എന്തായാലും ഇത് ഈ പടത്തിന് വേണം. കാരണം ഞാൻ ഇതിൻ്റെ റിവ്യൂ ഇതുവരെ ഞാൻ കണ്ടില്ല. ഉലകപ്പോരിൻ്റെയും കണ്ടു, പന്നിയാർ അതിൻ്റെ കണ്ടു, അതിൻ്റെയൊക്കെ റിവ്യൂ കണ്ടെങ്കിലും നന്ദയുടെ ഞാൻ റിവ്യൂ ഇതുവരെയും കണ്ടില്ല. തിയേറ്റർ റെസ്പോൺസ് കണ്ടായിരുന്നു, ബട്ട് റിവ്യൂ ആയിട്ട് ഞാൻ ആരുടെയും കണ്ടില്ല. എന്താണെന്ന് അറിയില്ല, ഒരു റെക്കമെൻഡേഷനോ ഒന്നും വന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് അയച്ചിട്ട് ആരൊക്കെയാണ് വീഡിയോ ഇട്ടിരിക്കുന്നത് എനിക്കറിയില്ല, ഞാൻ കണ്ടില്ല. ബട്ട് മസ്റ്റ് വാച്ച്. ബാക്കിയുള്ള ഉലകപ്പോരിൽ ഞാൻ ഹിപ്ഹോപ്പ് ആദി സാറിന് ഹാറ്റ്സ് ഓഫ് ചെയ്യുന്നു. കാരണം നമ്മൾ ഇത്രയും ചെറിയ ഇൻഡസ്ട്രിയിൽ ഇത്രയും വലിയൊരു ഇമ്പാക്റ്റിംഗ് മൂവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു മൂവി ഹോളിവുഡിലൊക്കെ എടുക്കുന്നത് കണ്ടിട്ടുണ്ട്. ബട്ട് ഇങ്ങനെ ഒരു മൂവി എടുത്തതിന് ബട്ട് കുറച്ച് ലാഗുണ്ട്, അത് നമുക്ക് പറയാൻ പറ്റില്ല. പുതിയ മുയർച്ചയാണ്. അവരുടെ എല്ലാ മുയർച്ചയ്ക്കും ഇനി ഇതിനെക്കാട്ടിലും ബെറ്റർ ക്വാളിറ്റിയിൽ ബെറ്റർ ഫ്യൂച്ചറിൽ ഒരു മൂവി വരട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നല്ലപോലെ ചെയ്യുക. ഇനി ഞാൻ പ്രതീക്ഷ വയ്ക്കുന്നു. ബട്ട് ഇത് ഒരു ഫുൾ ഫ്ലഡ്ജ് മൂവി അല്ല എന്നതുകൊണ്ട് മാത്രമാണ്, അല്ലാതെ വേറെ ഒന്നും വിചാരിക്കുന്നത് സാർ. കാരണം ഈ മൂവിക്ക് ഒരു കുറ്റവുമില്ല, നല്ല മൂവിയാണ്. ബട്ട് കുറച്ച് ലാഗുണ്ട്. അതിൻ്റെ അനുസരിച്ച് ഈ കഥ നമുക്കൊരു സ്യൂട്ടാവാത്ത ഒരു ഫ്യൂച്ചറിസ്റ്റിക് മൂവി പറയുന്ന പോലെ ആയതുകൊണ്ട് നമുക്കതിനെ കൂടെ അക്സെപ്റ്റ് ചെയ്യാനോ, പിന്നെ നമ്മളുടെ ഇതാണ് ഇന്ത്യയാണ്. സോ അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു ഇതിനും കൊണ്ടാണ്, വേറെ ഒന്നും കൊണ്ടല്ല. പടം ക്യാപ്ചർ ചെയ്യിക്കുന്നത് നിങ്ങളുടെ പല വീഡിയോ കണ്ടു. ഇപ്പോൾ പടം ഇറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ എങ്ങനെ A2Dയിൽ നിങ്ങൾ സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. സ്വന്തം റിസർച്ച് ആൻഡ് എല്ലാം ചെയ്തിട്ട്. സോ അപ്പോൾ അതിനനുസരിച്ചുള്ള ക്വാളിറ്റി നിങ്ങൾ തന്നിട്ടുണ്ട്. അതിനൊന്നും ഞാൻ ഒരു കുറയും പറയുന്നില്ല. ബട്ട് അത് ഒരു ത്രൂ തന്നിരിക്കുന്നത് കുറച്ച് പ്രശ്നമുണ്ട്. സോ അതല്ലാതെ വേറെ ഒന്നും പറയാനില്ല. പിന്നെ പന്നിയാറിൻ്റെ കഥ കുറച്ച് തുടക്കം തൊട്ട് തന്നെ ഒരു ലാഗിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതൊരു ഈ പടത്തിന് ബേസ് ചെയ്ത് വെച്ചിരിക്കുന്നത് നാട്ടിൻ്റെ ഒരു ഇതാണ്. എന്നാലും ഓക്കെ, ഞാനൊന്നും പറയുന്നില്ല. പടം എനിക്ക് ഓക്കെയാണ്, ഇഷ്ടപ്പെട്ടു. വേറെ ഒന്നും പറയാനില്ല. ബട്ട് ആരും നന്ദ മിസ് ചെയ്യരുത്. ജയിപ്പിക്കാൻ വേണ്ടിയല്ല, നിങ്ങളെന്തായാലും കണ്ടിരിക്കണം. കളക്ഷനോ അവർ ഇപ്പോൾ ഇന്ത്യയിലെ ലാർജസ്റ്റ് കളക്ഷൻ ഗോട്ടിനെക്കാളിലും മുകളിലാണ്. അതിനു വേണ്ടിയല്ല ഞാൻ പറയുന്നത്. പടം നിങ്ങൾ കാണണം. ജയിക്കുന്നെങ്കിൽ ജയിക്കട്ടെ, അതിനൊന്നും പറയാം. ബട്ട് പടം നിങ്ങൾ കണ്ടേ പറ്റൂ. ആ കാണുന്നതിൻ്റെ ഒരു എക്സ്പീരിയൻസ് അതിനു വേണ്ടിയാണ് ഞാൻ പറയുന്നത്. സോ ഇറ്റ്സ് എ റിക്വസ്റ്റ്.
ഒരു വീഡിയോ ഒരാളെക്കുറിച്ച് പറയാൻ മറന്നുപോയി. ലബ്ബർ പന്ത് എന്ന് പറഞ്ഞിട്ട് ഒരു മൂവിയുണ്ട്. ക്രിക്കറ്റ് ബേസ് ചെയ്തിട്ട് മൂവിയാണ്. ക്രിക്കറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നല്ലപോലെ ചെയ്തിട്ടുണ്ട്. ക്രിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. എന്നാലും ബാക്കി മൂവികൾ നിങ്ങൾ കാണാൻ മറക്കില്ലേ. ഞാൻ വേറെ ഒന്നും പറയുന്നില്ല. ഓണത്തിൻ്റെ വിന്നേഴ്സിനെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ